ദൈവത്തിന് മഹത്വം. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം. കൊയ്ത്ത് കാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകും. പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിൻ്റെ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽവെള്ളത്തിൻ്റെ ഒഴുക്ക് നിന്നു. യോശുവയുടെ നേതൃത്വത്തിൽ കനാനിലേക്കുള്ള യാത്രയിൽ യോർദാൻ കടക്കുവാൻ ജനം കാത്തിരിക്കുമ്പോൾ യോശുവ ഭയപ്പെട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവം യോശുവയുടെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാനിലെ വെള്ളത്തിൻ്റെ വക്കത്തെത്തുമ്പോൾ യോർദാനിൽ നിൽപ്പാൻ കൽപ്പിക്കാം എന്ന് അരുളി ചെയ്യുകയും അങ്ങനെ ദൈവം മോശയോടുകൂടെ ഇരുന്നതുപോലെ യോശുവയോടുകൂടെ ഇരിക്കും എന്ന് എല്ലാ ഇസ്രയേലിനും ബോധ്യപ്പെടുമാറ് ദൈവം ഒരത്ഭുതം ചെയ്യുകയാണ്. സർവഭൂമിക്കും നാഥനായവൻ്റെ നിയമപ്പെട്ടകം ഇസ്രയേലിന് മുൻപായി യോർദാനിലേക്ക് കടക്കുകയാണ്. ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ ആൾ വീതം ഇസ്രയേൽ ഗോത്രങ്ങളിൽ നിന്ന് 12 ആളുകളെ കൂട്ടി പുരോഹിതന്മാർ പെട്ടകം ചുമന്നുകൊണ്ട് യോർദാൻ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ യോർദാനിലെ വെള്ളം 2ആയി പിരിഞ്ഞിട്ട് മേൽ നിന്ന് ഒഴുകുന്ന വെള്ളം ചിറ പോലെ അവിടെ നിന്നു. യോർദാൻ കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു കാലഘട്ടമാണ്. ഇസ്രയേലിൻ്റെ കൊയ്ത്ത് കാലമാകുമ്പോൾ യോർദാൻ്റെ ഉത്ഭവസ്ഥലം സോർ സീദോൻ എന്ന പ്രദേശങ്ങളിൽ നിന്നാണ്. അവിടെ നിന്നാണ് ഈ യോർദാൻ ഉത്ഭവിക്കുന്നത്. കൊയ്ത്ത് കാലമാകുമ്പോൾ ഹെർമോന്യ മഞ്ഞുകൾ ഉരുകി യോർദാൻ കവിഞ്ഞ് ഒഴുകുന്ന ഈ ഉത്ഭവം തുടങ്ങി വന്ന യോർദാൻ ഇസ്രയേലിൻ്റെ നിലം കൊയ്ത്ത് വിളഞ്ഞു കിടക്കുന്ന ആ കൊയ്ത്തിനെ മുക്കിക്കളയുകയാണ്. നാളുകളായി കാത്തിരുന്ന നന്മയും നാളുകളായി ആഗ്രഹിച്ച വിടുതലുകളും അവരുടെ കയ്യിൽ എത്തുന്ന സമയമായപ്പോൾ മുങ്ങിപ്പോകുന്ന നിലയിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന ഇസ്രയേൽ മക്കൾ. യോർദാൻ്റെ ഉത്ഭവം സോർ സീദോൻ എന്ന ദേശങ്ങൾ ആയിരിക്കുമ്പോൾ അവിടെയാണ് ബാലിൻ്റെ പ്രവാചകന്മാരും ബാലാരാധന ഉടലെടുത്തതിൻ്റെയും കേന്ദ്രസ്ഥാനം. അവിടെ തന്നെയാണ് ഇസബേലിൻ്റെ സ്ഥലവും ജന്മഗൃഹവും അവിടെയാണ്. അവിടെ നിന്ന് ഒഴുകി വരുന്ന ഈ പ്രതികൂല ശക്തി ഇസ്രയേലിൻ്റെ കൊയ്ത്തിനെ മൂടുമ്പോൾ പുരോഹിതന്മാർ പെട്ടകം ചുമന്നുകൊണ്ട് കാൽ വെച്ചതിനാൽ മേലൊഴുക്ക് നിന്നു എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണോ കൊയ്ത്തിനെ മുക്കുവാൻ തക്കവണ്ണം ഒഴുക്കിനെ അയച്ചത്, വെള്ളത്തിൻ്റെ പ്രവാഹത്തെ ഇളക്കിവിട്ടത്, അതിൻ്റെ ഉറവകളെ അടയ്ക്കുവാൻ കാരണമായെങ്കിൽ സർവശക്തനായ തേജസ്സിൻ്റെ മകുടമായ നമ്മുടെ കർത്താവിൻ്റെ പെട്ടകം വഹിക്കുന്ന പുതിയ നിയമ വിശ്വാസികൾ, ദൈവ പൈതൽ അഭിഷേകത്തോടെ ആത്മനിറവോടെ ന്യായപ്രമാണത്തിൻ്റെ വാഹകരായി നിന്നുകൊണ്ട് നമ്മുടെ നന്മയെയും ഉയർച്ചയെയും കെടുത്തുവാൻ നോക്കുന്ന ചില ഒഴുക്കുകളെ തടയിടുവാൻ ഇന്നത്തെ ദിവസം ദൈവം നമ്മുടെ മേൽ അഭിഷേകം പകരുന്നു. ആ യോർദാൻ 2ആയി പിരിഞ്ഞു മാറി ഇസ്രയേൽ അക്കരെ കയറിയതുപോലെ ഇന്നത്തെ ദിവസം പ്രതികൂലമായി ഒഴുകുന്ന ചില യോർദാനുകൾ പിരിഞ്ഞ് ജനം യാത്ര പുറപ്പെടട്ടെ. ഗോഡ് ബ്ലസ് യു. കർത്താവെ,
തന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മകൾക്കും ഉയർച്ചകൾക്കും സ്വസ്ഥതയ്ക്കും വിരോധമായി, കലഹമായി, പ്രതികൂലമായി, ശൂന്യമായി മുക്കിക്കളയുന്ന പ്രവാഹങ്ങളെ ഒഴുക്കിവിടുന്ന ഇരുട്ടിൻ്റെ സകല മേഖലകളെയും ശാസിക്കണമേ. ജനത്തെ അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.